അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഇന്നലെ നമ്മുടെ SSLC-ക്കാരുടെ റിസൾട്ട് വന്നുല്ലേ. ഒരുപാട് പേർക്ക് A+ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പേര് പാസ്സായിട്ടുണ്ട്, പിന്നെ കുറച്ച് പേര് തോറ്റിട്ടുമുണ്ട്. സോ അപ്പോൾ എനിവേ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ഈ SSLC-ക്ക് ശേഷം നമ്മൾ +1-ന് അലോട്ട്മെന്റ് കൊടുക്കുമല്ലോ. അപ്പോൾ ഈ അലോട്ട്മെന്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നീ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അപ്പോൾ എനിവേ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനുമുമ്പായിട്ട് നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കൂടി ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മസ്റ്റ് ആയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഈ അലോട്ട്മെന്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ഇത് ഓൺലൈൻ വഴിയാണല്ലോ. ഈ അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഓൺലൈൻ വഴിയാണ്. അപ്പോൾ ഈ ഓൺലൈൻ വഴി ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ടും വേണമെങ്കിൽ അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം. പക്ഷേ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്മാർട്ട് ഫോണിലായിരിക്കുമല്ലോ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിലുള്ള ചില ബ്രൗസറിലൊന്നും ഈ സൈറ്റ് ലോഡായിന്ന് വരില്ല. ചിലപ്പോൾ ലോഡായാൽ തന്നെ അതെന്തെങ്കിലും ഹാങ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ചില മൊബൈലുകളിൽ അത്യാവശ്യം നല്ല റാം സ്റ്റോറേജും നല്ല ഇന്റേണൽ സ്റ്റോറേജ് ഉള്ള ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വർക്കാവും. പക്ഷേ ചില ഫോണുകളിൽ ഇത് അങ്ങ് വർക്കായിന്ന് വരില്ല, ഈ സൈറ്റ് അങ്ങ് വർക്കായിന്ന് വരില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അതിനേക്കാളും നല്ലത് നിങ്ങളുടെ വീട്ടിൽ ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഈ കാര്യം നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്യാന്നുള്ളതാണ്. ഇനിയിപ്പോൾ വീട്ടിൽ നിങ്ങൾക്ക് ആ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല, ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ അക്ഷയയിൽ പോയിട്ട് അല്ലെങ്കിൽ കഫേയിലോ പോയിട്ട് ചെയ്യുക. ഇത്തിരി പൈസ മുടക്കിയിട്ടായാലും കുഴപ്പമില്ല. ഒന്നുകിൽ അക്ഷയയിലോ അല്ലെങ്കിൽ കഫേയിലോ പോയിട്ട് അലോട്ട്മെന്റ് ചെയ്യാം. വീട്ടിലിരുന്ന് ചെയ്യണത് കൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാം. പക്ഷേ അവിടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ഫോണുകളിലൊന്നും ഈ വെബ്സൈറ്റ് അങ്ങ് ലോഡായി എന്ന് വരില്ല, ചിലപ്പോൾ ഹാങ് ആവും ഫോണുകൾ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒന്നുകിൽ അക്ഷയയിലോ അല്ലെങ്കിൽ കഫേയിലോ പോയിട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാമെന്ന് കരുതിയിട്ട് നമ്മുടെ ഫോണിൽ ഇതെങ്ങാനും ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ എങ്ങാനും ലാഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാണ്. ഓക്കെ, എങ്ങാനും ഏതെങ്കിലും ഓപ്ഷനിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായി സെലക്ട് ആയി അത് സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് തിരുത്താൻ പാടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒന്നുകിൽ അക്ഷയയിൽ പോയിട്ടോ അല്ലെങ്കിൽ കഫേയിലോ പോയിട്ടോ ചെയ്യാം. ഇനിയിപ്പോൾ വീട്ടിലെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെയ്യാൻ കുഴപ്പമില്ല. ഓക്കെ, മൊബൈലാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാനീ പറഞ്ഞിട്ടുള്ള പ്രശ്നമൊന്നും വരാതിരുന്നാൽ മതി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അലോട്ട്മെന്റ് പ്രൊസീജിയറിൽ നിങ്ങളുടെ SSLC രജിസ്റ്റർ നമ്പർ ചോദിക്കും. അലോട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത്, അലോട്ട്മെന്റിന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് SSLC രജിസ്റ്റർ നമ്പർ നിർബന്ധമാണ്. ഓക്കെ, മാൻഡാറ്ററി ആണ്. അപ്പോൾ നിങ്ങൾ അക്ഷയയിൽ പോയിട്ടോ അല്ലെങ്കിൽ കഫേയിൽ പോയിട്ടോ ആണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒന്നുകിൽ SSLC മാർക്ക് ഷീറ്റിന്റെ കോപ്പിയോ അല്ലെങ്കിൽ ഒറിജിനലോ കരുതുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ SSLC രജിസ്റ്റർ നമ്പർ കാണാണ്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒന്നും കാര്യമില്ല. കാണാണ്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ SSLC മാർക്ക് ഷീറ്റിന്റെ കോപ്പിയോ അല്ലെങ്കിൽ ഒറിജിനലോ കയ്യിൽ കരുതണം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, അലോട്ട്മെന്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് SSLC രജിസ്റ്റർ നമ്പർ ചോദിക്കും, അത് നിർബന്ധമാണ്. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അലോട്ട്മെന്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ ചോദിക്കും. ആധാർ കാർഡ് നമ്പർ ചോദിക്കും. അപ്പൊ നിങ്ങൾ അക്ഷയയിൽ പോയിട്ടോ അല്ലെങ്കിൽ കഫേയിൽ പോയിട്ടോ ഒക്കെയാണ് നിങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ കയ്യിൽ ആധാർ കാർഡിന്റെ കോപ്പിയോ അല്ലെങ്കിൽ ഒറിജിനലോ കരുതുക. കോപ്പി കരുതിയാലും മതി, ഒറിജിനൽ കൊണ്ടുപോകണമെന്നൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ആധാർ കാർഡിന്റെ ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും മതി, കുഴപ്പമില്ല. പിന്നെ അതുമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ കാണാണ്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസ് കൊണ്ടുപോകേണ്ട കാര്യമില്ല, നിർബന്ധമില്ല. ഓക്കെ, ഇനി അത് അറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഡീറ്റെയിൽസ് എല്ലാം കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അപ്പോൾ ആധാർ കാർഡ് നമ്പർ ചോദിക്കും, ഇത് നിർബന്ധമാണ്. ഓക്കെ, ഇത് എൻ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ഇത് മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിൽ അലോട്ട്മെന്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ രക്ഷിതാവിന്റെ ആരുടെയെങ്കിലും മൊബൈൽ നമ്പർ ചോദിക്കും. ഓക്കെ, വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ചോദിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, രക്ഷിതാവിന്റെ ആരുടെയെങ്കിലും വാലിഡ് ആയിട്ടുള്ള റീചാർജ്ഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. റീചാർജ്ഡ് എന്ന് പറയുമ്പോൾ അതിനകത്തേക്ക് OTP വരണം. ഓക്കെ, ഒരു OTP അതിനകത്തേക്ക് അവർ സെൻഡ് ചെയ്യും. ആ OTP ഇതിൽ അടിച്ചു കൊടുത്തിട്ട് വെരിഫൈ ചെയ്യിക്കണം. അപ്പോൾ അതിനാണ് വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ചോദിക്കുന്നത്. അപ്പോൾ റീചാർജ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ രക്ഷിതാക്കളുടെ ആരുടെയെങ്കിലും മൊബൈൽ നമ്പർ അപ്പോൾ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP വരും. ആ നമ്പറിലേക്ക് ഒരു OTP വരും. അത് തെറ്റാതെ തന്നെ ഇതിനകത്ത് എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുത്ത് വെരിഫൈ ചെയ്യിക്കുക. ഇതാണ് നിങ്ങൾ നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അഞ്ചാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അലോട്ട്മെന്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോണസ് പോയിന്റ് ചോദിക്കും. ബോണസ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വല്ല സ്കൗട്ടിനോ അല്ലെങ്കിൽ NCCക്കോ അല്ലെങ്കിൽ JRCക്കൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് ഗ്രേഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതിനെയാണ് ബോണസ് പോയിന്റ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ ബോണസ് പോയിന്റും കൂടി ചേർത്തിയിട്ടാണ് നമ്മുടെ SSLC പരീക്ഷയ്ക്ക് ഗ്രേഡ് നിർണ്ണയിക്കുന്നത്. ഓക്കെ,
അപ്പോൾ അതിനെയാണ് ബോണസ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വല്ല JRCയിലോ അല്ലെങ്കിൽ NCCയിലോ അല്ലെങ്കിൽ സ്കൗട്ടിലോ ഒക്കെ പങ്കെടുത്ത് അതിനകത്ത് നമുക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ബോണസ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് എന്നൊക്കെ പറയും തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇതിനെയാണ് ബോണസ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 5-ാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബോണസ് പോയിന്റ് ചോദിക്കും, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അതെല്ലാം നിങ്ങൾ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി 6-ാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലബ് സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, ക്ലബ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ വല്ല സോഷ്യൽ സയൻസ് ക്ലബ്ബിലോ അല്ലെങ്കിൽ വല്ല മലയാളം ക്ലബ്ബിലോ അല്ലെങ്കിൽ വല്ല ഇംഗ്ലീഷ് ക്ലബ്ബിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, അതിനകത്ത് നിങ്ങൾ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിരുന്നു എങ്കിൽ നിങ്ങൾ TC മേടിക്കാൻ പോയില്ലേ, അപ്പോൾ ഈ TCയോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, മേടിച്ച് സൂക്ഷിച്ച് വയ്ക്കുക. കാരണം അലോട്ട്മെന്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഏതിലെങ്കിലും ക്ലബ്ബിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് അവർ ചോദിക്കും. അപ്പം നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഏത് ക്ലബ്ബിൽ നിന്നാണോ കിട്ടിയിരിക്കുന്നത് ആ ക്ലബ്ബ് അങ്ങ് സെലക്ട് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് നമ്പറും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് തന്നത്, പിന്നെ അതുപോലെ തന്നെ ഇഷ്യൂഡ് വെന്യൂ, അതായത് സർട്ടിഫിക്കറ്റ് ഏത് സ്കൂളിലാണ് തന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങൾ എൻ്റർ ചെയ്യുക. ഇത് എന്തിനങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരേ സ്കൂളിൽ ഒരേ മാർക്കിൽ കുറേ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് തരംതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇത് നിങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഒരിക്കലും അലോട്ട്മെന്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു ക്ലബ്ബിലും പങ്കെടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാവരുത്. ഏതെങ്കിലും ക്ലബ്ബിൽ നിന്ന് നിങ്ങൾ സർട്ടിഫിക്കറ്റ് മേടിക്കുക, TCയോടൊപ്പം അത് തരും. തന്നില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ക്ലബ്ബിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് അവരോട് ചോദിക്കുക, അപ്പോൾ അവർ തരും. ഓക്കെ, അത് നിങ്ങൾ മേടിക്കാതെ പോകരുത്, അലോട്ട്മെന്റിന് ആവശ്യമാണ്, നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതാണ് നിങ്ങൾ 6-ാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി 7-ാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്കൂളുകൾക്കും ഓരോ കോഴ്സുകൾക്കും ഓരോ കോഡുകളുണ്ട്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് ഏതാണ്, നിങ്ങൾ എടുക്കാൻ പോകുന്ന കോഴ്സിൻ്റെ കോഡ് ഏതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തതിന് ശേഷം HSCAP എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ കയറുക. HSCAP ഞാനിവിടെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. എന്നിട്ട് ആ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ എവിടെയെങ്കിലും സ്കൂൾ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ എക്സാക്റ്റ് ബട്ടൺ ഏതാന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം, താഴെ ഞാൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് അവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ സ്കൂളുകളുടെ ഇങ്ങനെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. എന്നിട്ട് അതിൽ നിങ്ങളുടെ സ്കൂൾ ഏതാന്നുള്ളത് നിങ്ങൾ നോക്കുക. അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു 4-5 അക്കം കാണാൻ പറ്റും. ആ അക്കങ്ങളാണ് അതിൻ്റെ കോഡ് എന്ന് പറയുന്നത്. ആ കോഡ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. ഓക്കെ, 0-ലൊക്കെയാണ് തോന്നുന്നത് തുടങ്ങുക. അപ്പോൾ ആ കോഡ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. ഇനി കോഴ്സുകളുടെ കോഡും അതിനകത്ത് തന്നെ ഉണ്ടാവും, ആ സൈറ്റിനകത്ത് തന്നെ ഉണ്ടാവും. അത് നിങ്ങൾ നോക്കുക, കറക്റ്റ് നോക്കുക. കോഴ്സ് കോഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓപ്ഷൻ കാണാൻ പറ്റും. ഇനി അത് ആ ഓപ്ഷനും കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എൻ്റെ എക്സാക്റ്റ് ഓപ്ഷൻ ഏതാന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം, കമൻറ്റിൽ ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സുകളുടെ ലിസ്റ്റ് കാണും. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് അതിൻ്റെ കോഡും കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, കാരണം അലോട്ട്മെന്റിന് അത് ആവശ്യമാണ്. അങ്ങനെയാണ് അലോട്ട്മെന്റ്, നമ്മൾ ഓരോ സ്കൂളുകൾക്ക് ഇങ്ങനെ അലോട്ട്മെന്റ് കൊടുക്കൂലേ, അപ്പോൾ അത് ആവശ്യം വരും. ഓക്കെ, സോ എനിവേ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇനിയും നിങ്ങളുടെ യൂട്യൂബ് നോട്ടിഫിക്കേഷനിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.